പിതാവിന്റെ ഖബറടക്കത്തിന് മകൻ മുജ്തബ ഖൊമേനി പങ്കെടുക്കില്ല. ഇസ്രായേലിന്റെ ഭീഷണിയും സുരക്ഷാ ആശങ്കകളും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പോലും കാണാമറയത്തിരുന്ന് പ്രസ്താവന നൽകുന്ന ആ അദൃശ്യ ശക്തി ഇറാന്റെ പരമോന്നത നേതാവായി വാഴിച്ച മുജ്തബ ഖൊമേനി തന്നെയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതായത് ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ പിതാവിനൊപ്പം തന്നെ ഇവിടെ മകനും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു വസ്തുതയും കൂടെ എടുത്തു പറയേണ്ടതും. ജനരോഷം അടക്കാൻ വേണ്ടി ഇറാൻ ഉദ്യോഗസ്ഥർ തന്നെ ഇതിന് അവിടെ പുകമറ സൃഷ്ടിക്കുകയാണ് എന്നതാണ് ഇറാനികൾ ആരോപിക്കുന്നത്. യുഎസും ഇസ്രയേലും ചേർന്നുകൊണ്ട് വധിച്ച ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഖബർ അടക്കത്തിൽ നിന്നാണ് ഇപ്പോൾ പരമോന്നത നേതാവായി വാഴിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ മുജ്തബ ഖൊമേനി അവിടേക്ക് വരില്ല, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കില്ല എന്നറിയിക്കുന്നത്. ഇസ്രയേലിന്റെ ഭീഷണിയും സുരക്ഷാ ആശങ്കയും മുൻനിർത്തിക്കൊണ്ട് ഈ തീരുമാനമെടുക്കാൻ ഇവിടെ ഇറാൻ പ്രതിനിധികളെ അവിടെ, അതായത് ഇന്ത്യയിലെ പ്രതിനിധിയായ ആയത്തുള്ള ഹക്കീം ഇറാഖിയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുജ്തബ ആകട്ടെ US ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം തന്നെ ഇതുവരെയും ഒരു പൊതുവേദിയിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇത്രയും നാൾ ഈ ഒളിച്ചുകളി നടത്താൻ എങ്ങനെ ഇദ്ദേഹത്തിന് സാധിക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം. എന്നാൽ പോലും ഒരു നാൾ ഇറാനികൾക്ക് മുന്നിലേക്ക് അദ്ദേഹം വരേണ്ടി വരും. എന്നാൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അദ്ദേഹം കോമയിലേക്ക് പോയിട്ടുണ്ടാകാം, കോമ സ്റ്റേജിലായിരിക്കാം, അതുകൊണ്ടാകാം ഇത്തരത്തിലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കാത്തതെന്നും ഇവിടെ ഇറാൻ ഉദ്യോഗസ്ഥർ തന്നെ ചില കുപ്രചരണങ്ങൾ നടത്തി ഇറാനികളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഇറാനികളുടെ തന്നെ ആരോപണം. അതേസമയം ഫെബ്രുവരി 28-ലെ ആക്രമണത്തിൽ പരിക്കേറ്റ മുജ്തബ ഇതുവരെ തന്നെ പൊതുവേദിയിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇതേ ആക്രമണത്തിൽ മരിച്ച ഭാര്യ സഹറ, അതേപോലെ സഹറയുടെ ഭാര്യയുടെ ഖബറടക്കത്തിൽ പോലും അദ്ദേഹം എത്തിയിട്ടില്ല. ഖൊമേനിയുടെ മൂത്ത മകൻ, 14 മാസം പ്രായമുള്ള പേരക്കുട്ടി, മരുമകൻ എന്നിവരും അന്നത്തെ ആക്രമണത്തിൽ മരിച്ചിരുന്നു. മുജ്തബയെ വധിക്കാൻ ഇസ്രായേലിന് പദ്ധതിയുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയതും. ഇറാൻ നല്ല വ്യാപാരികളാണ് എന്നും അതുമാത്രമല്ല ഇളവ് നേടിയെടുക്കാൻ സാധിച്ച ചർച്ചകളിൽ പരമാവധി ശ്രമിച്ചു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി യുഎസിന് ശക്തമായ ഒരു താക്കീത് കൂടി നൽകിയിരുന്നു. അതായത് ഇസ്ലാമാബാദ് ധാരണാ പത്രപ്രകാരം പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾ സ്ഥിരമായി തന്നെ അവസാനിപ്പിക്കുമെന്നും വളർത്തുമൃഗമായ ഇസ്രായേലിനെ അവിടെ നിലയ്ക്ക് നിർത്തണമെന്നും US പ്രസിഡന്റിനോട് അവിടെ ആക്രോശിക്കുകയും ഉറപ്പു വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല യജമാനന്റെ ആജ്ഞ അവർ നിരസിച്ചാൽ അവരെ പാഠം പഠിപ്പിക്കാൻ ഇറാൻ അറിയാമെന്നും ഇറാനിലെ ജനങ്ങൾക്കോ നേതൃത്വത്തിനോ നേരെയുള്ള ഏതൊരു ഭീഷണിക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നായിരുന്നു അബ്ബാസ് അരാക്ചി പറഞ്ഞത്. അതേസമയം 1989-ൽ ഇറാന്റെ ആദ്യ പരമോന്നത നേതാവ് ആയത്തുള്ള റുഹുള്ള ഖൊമേനിയുടെ ഖബറടക്ക ചടങ്ങിനിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും 8 പേർ മരിക്കുകയും 11,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2020-ൽ ഇറാന്റെ സൈനിക ജനറൽ ഖാസിം സുലൈമാനിന്റെ ആ ഖബറടക്കത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 56 പേരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇനി സ്ഥിതി മറ്റൊരു രീതിയിലേക്ക് മാറുമോ എന്നതാണ് ആശങ്കയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നത്. എന്നാൽ ചടങ്ങുകൾ നടക്കുന്നത് ഇങ്ങനെയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതേസമയം തിങ്കളാഴ്ച ടെഹ്റാനിൽ നിന്ന് 120 കിലോമീറ്റർ അകലെയുള്ള മൊഖിലോക് വിലാപ യാത്ര ഉണ്ടാകും. അവിടെ ഷിയ സെമിത്തേരിയിലായിരിക്കും ഖബറടക്കം നടക്കുന്നത്. പിന്നീട് ഇറാഖിലെ കർബാലയിലേക്കും അവിടെ നിന്ന് ഇറാന്റെ 2ാമത്തെ വലിയ നഗരമായ മഷ്ദിയിലേക്കും കൊണ്ടുപോകും. മഷ്ദിയിലെ ഇമാം റസ ദേവാലയത്തിൽ വെച്ചുകൊണ്ട് ഖബറടക്കം നടത്തുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യും. 2024-ൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ തന്നെ ഒട്ടേറെ ഷിയ നേതാക്കളെ അടക്കിയതും ഇവിടെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഖൊമേനിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി തന്നെ ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ എത്തിച്ചപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലീബഫ് തുടങ്ങിയവർ ഈ ഒരു ചടങ്ങിൽ അവിടെ ഉണ്ടാവുകയും ഇവർ വളരെയധികം വികാരാതീതരായി തന്നെ അവിടെ നിൽക്കുന്നതും ഈ ഒരു പുറത്തു വന്ന ചില ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഖൊമേനിയുടെ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും എത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ മറ്റൊരു റിപ്പോർട്ടായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.